ചാലക്കുടിയിൽ റെയിൽവേ പാലത്തിൽ നിന്ന് പുഴയിൽ ചാടിയ തട്ടിപ്പു സംഘം പിടിയിൽ. അതിഥി തൊഴിലാളികളായ 4 പേരെ പെരുമ്പാവൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. നാദാപുരം സ്വദേശിക്ക് വ്യാജ സ്വർണം നൽകി പണം തട്ടിയ സംഭവത്തിലാണ് നടപടി. ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ചികിത്സയിലുമാണ്. നാദാപുരം സ്വദേശി രാജേഷിന് നിധി നൽകാമെന്ന് പറഞ്ഞാണ് ചാലക്കുടിയിലേക്ക് വിളിച്ചു വരുത്തിയത്. 4 ലക്ഷം രൂപ നൽകിയാൽ പെരുമ്പാവൂരിൽ താമസിക്കുന്ന തന്റെ സുഹൃത്തുക്കൾ നിധി നൽകുമെന്ന് കോഴിക്കോട് താമസിക്കുന്ന അതിഥി തൊഴിലാളി വിശ്വസിപ്പിച്ചു. എന്നാൽ വ്യാജ സ്വർണം നൽകി പണം കൈക്കലാക്കി 4 അതിഥി തൊഴിലാളികൾ മുങ്ങി. ഇവർ ഓടി രക്ഷപ്പെടുന്നതിനിടെ ട്രെയിൻ വന്നപ്പോൾ ചാലക്കുടി റെയിൽവേ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി. പോലീസ് അന്വേഷണത്തിൽ ഇവർ രക്ഷപ്പെട്ടതായി മനസ്സിലായി. വ്യാജ വാഗ്ദാനം നൽകി പണം തട്ടിയെന്ന നാദാപുരം സ്വദേശിയുടെ പരാതിയിൽ 3 പേരെ കസ്റ്റഡിയിലെടുത്തു. 3 പേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി പുഴയിലേക്ക് വീഴുകയുമായിരുന്നു. 4 ലക്ഷം രൂപ വരെ ഏൽപ്പിക്കുകയും പൈസ വാങ്ങിയ ശേഷം ഇവരെ കയ്യിൽ നിന്ന് സ്വർണത്തിൻ്റെ ഒരു കട്ടി, അപ്പോൾ അത് കട്ട് ചെയ്ത് നോക്കുന്ന സമയം ഒരു പീസ് മുറിച്ചപ്പോൾ തന്നെ അതിന് സംശയം തോന്നി ഇത് വ്യാജ സ്വർണ്ണമാണ്. ആ സമയത്ത് മറ്റൊരു ശ്രദ്ധ മാറിയ ടൈമിൽ ഈ 4 പേരും കൂടെ അവിടെ നിന്നും ലഭിച്ച പൈസയും ഈ കട്ട് ചെയ്ത സാധനമായിട്ട് നേരെ റെയിൽവേ ട്രാക്ക് വഴി കിഴക്കോട്ട് ഓടുകയാണ് ഉണ്ടായത്. ട്രെയിൻ തട്ടിയയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് പുലർച്ചെയാണ് പ്രതികളെ ചാലക്കുടി പോലീസ് പിടികൂടിയത്. 4 പേരും ഒഡീഷ സ്വദേശികളാണെന്നാണ് കണ്ടെത്തൽ. 24 തൃശൂർ.